തുല്യനായ മനുഷ്യരെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ ഇരിക്കണം, ആ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാര്യയാവും. ഇറങ്ങിയിരിക്കണം, അപ്പോഴേ ഭാര്യയാവും. അല്ല, ഇപ്പൊ ഞാൻ ഭാര്യയാണോ? ഞാൻ പറയുന്നത് അനുസരണയുള്ള സാധനമായി. അമ്മായി, ആന്റി, മുതുക്കി, കിളവി എന്നൊക്കെ വിളിക്കുന്നതിൽ എന്താണ് സാറിന്റെ അഭിപ്രായം? അവരെ രണ്ടാം തരമാക്കാൻ വേണ്ടിയുള്ള കമന്റുകളാണത്. ഇയാളെ എനിക്ക് വേണം എന്ന് തോന്നുന്ന ആളിനെ അതിനുള്ള സൗകര്യമാണ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള രജിസ്റ്റർ കച്ചേരി. ബിരിയാണി പോലുള്ള മൂവി, അതിലാണ് കൂടുതലും ഷൂട്ട് സിനിമയൊക്കെ ചെയ്തേക്കുന്നത്. അപ്പം ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഒരിക്കലും ഒരു വിഷമം പോലും തോന്നിട്ടില്ല. ഷോർട്സ് ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്നൊക്കെ കൂടുതൽ ഫേസ്ബുക്കിൽ ചർച്ചാ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. ആ ഭരണഘടന ഉണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ലോകത്തുള്ളത്. ആൾക്കാർ പഠിപ്പിക്കുന്ന മുഴുവൻ മേപ്പോട്ട് ബഹുമാനം, താഴോട്ട് പുച്ഛു. അപ്പം എന്നോട് വന്ന് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങളെ വീട്ടുകാരെങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്താണ്, എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്? പകൽ മാന്യന്മാർ എന്ന് പറയുന്ന പോലെ ഇതേ ആളുകൾ തന്നെയായിരിക്കും എന്നെ പുറത്ത് വരുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കുന്നവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ എഴുതുകയും പറയുകയും ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നല്ലോ. പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളുടെ വാക്കാണ്, എൻ്റെ അല്ല. ഈ അടിവസ്ത്രം കോണകം നായന് അത് വളരെ നീണ്ടതിടും. എന്തിനാണെന്നറിയോ? ഹലോ സാറേ, നമസ്കാരം. എൻ്റെ പേര് നിമിഷ വിജയൻ എന്നാണ്. എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരാളിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധാരണ എന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് സാറിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവാം. അതിൽ തന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും സാധാരണ ഗതിയിൽ ഞാൻ എന്താ പറയുന്നത്, വിശേഷമൊക്കെ ചെയ്യും. എന്നാലും ഞാൻ ചോദിച്ചല്ലേ, ഒന്ന് ചുമ്മാ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. വിശേഷമായിട്ട് എനിക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കുവാണെന്നൊക്കെയാണ് ഞാനിങ്ങനെ മൊത്തത്തിൽ അറിഞ്ഞത്. ഞാൻ സാറിനെ പറ്റി എനിക്ക് ഫുള്ള് കാര്യങ്ങളൊന്നും, ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസ് കണ്ടു. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത്. അപ്പം ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഫോട്ടോസ് വരുന്നുണ്ട്. അതായത് ഈ മീശയില്ലേ, ഈ മീശ ഇങ്ങനെ റാ പോലെ ഇരിക്കുന്ന മീശ, അതിൻ്റെ ഇപ്പുറത്തെ ഒരു പായും, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വള്ളിയും, ഒരുപാട് ഈ സ്ക്രീൻഷോട്ടുകൾ ഇതിൻ്റെയൊക്കെ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സാറിൻ്റെ അവസ്ഥ എന്താ? ഒന്നും തോന്നാറില്ല. ഒരു ഫീലും തോന്നാറില്ല. അത് ഞാനിങ്ങനെ ഈ എന്താണ് ഭിത്തിക്കൊക്കെ ആൾക്കാർ എഴുതി വയ്ക്കുന്നതൊക്കെ കാണുന്ന, റെയിൽവേ സ്റ്റേഷനിലൊക്കെയുള്ള ടോയ്ലറ്റിനകത്ത് മനുഷ്യർ എഴുതത്തില്ലേ, അതുപോലെ അത് കാണുന്നു. സൂപ്പർ, അടിപൊളി. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നിറച്ച് ഇപ്പം മൊത്തത്തിൽ ഈ അമ്മാവന്മാരെന്നാണ് കേൾക്കാറുള്ളത് അല്ലേ? അപ്പോൾ എനിക്ക് സാറിൻ്റെ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ ഒരിക്കലും അമ്മാവൻ ഒരു വൈബായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം കൂടുതൽ ഈ ഫേസ്ബുക്കിൽ ഈ അമ്മാവന്മാർ വന്നിട്ടിങ്ങനെ മക്കളിപ്പോൾ ഒരു സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് എങ്ങനെ ഇറങ്ങി നടക്കും, അല്ലെങ്കിൽ മക്കളൊരു ഷോർട്സ് ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്നൊക്കെ കൂടുതൽ ഫേസ്ബുക്കിൽ ചർച്ചാ വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് സാറിന് എന്താ പറയാനുള്ളത്? വളരെ ഗ്രാമീണരായിട്ടുള്ള മനുഷ്യരുടെ ലോകമാണ് അത്. അവർ അങ്ങനെ കാണുന്നവർ ഇങ്ങനെ മക്കളെ അച്ചടക്കത്തോടെ വളർത്തണം എന്നൊക്കെ ആലോചിക്കുന്നവരുടെ ലോകമാണത്. അപ്പോൾ അവരുടെ അച്ചടക്കം എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നവർ മാത്രമാണ്. അപ്പോൾ സാമൂഹികമായിട്ട് ലോകത്തിൻ്റെ മാറ്റങ്ങളെപ്പറ്റി അറിഞ്ഞുകൂടാത്ത മനുഷ്യർ പറയുന്ന കാര്യങ്ങളെന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ കാര്യങ്ങളുള്ള ആളുകൾ അങ്ങനെ പറയും. സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ ധാരണത്തിന് മാത്രമൊന്നുമല്ല, ട്രഡീഷണലായിട്ടുള്ള ജീവിതമാണ് ശരി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ ലോകമാണ്. അപ്പോൾ അവരതങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ എത്രയോ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ചെണ്ട എങ്ങനെ കൊട്ടണം എന്നൊക്കെ പഠിപ്പിക്കുന്നില്ല, അതുപോലെ പറയുന്ന കാര്യം. പിന്നെ കനിയുടെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ മൈത്രേയൻ എന്നാണ് വിളിക്കുന്നത്, പപ്പ അച്ഛ അങ്ങനെയൊന്നും വിളിക്കാറില്ല, മൈത്രേയൻ എന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ പൊതുവേ ഒരു അപ്പൻ മകൻ ആ ഒരു ബന്ധത്തിൽ ഒരിക്കലും പേരിലോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിലോ അതൊക്കെ ബാധ്യതയാവുമോ? ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. ആ ഭരണഘടന ഉണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ലോകത്തുള്ളത്. കാരണം അവരത് വായിക്കുകയോ എങ്ങനെയാണ് ജീവിക്കണമെന്ന് പഠിക്കുകയോ ചെയ്തിട്ടില്ല. 18 വയസ്സായ ആൾക്കാർ കുട്ടികളല്ലാതായി കഴിഞ്ഞിരിക്കുന്നുവെന്നും അവർ നമ്മളെപ്പോലെ തന്നെ പൗരബോധമുള്ളവരും തുല്യരായ മനുഷ്യരായി മാറിയെന്ന് അറിയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് തുല്യമായി വളർത്തുക എന്ന് പറയുന്ന അർത്ഥത്തിനകത്താണ് പരസ്പര ബഹുമാനം. അച്ഛനെയും അമ്മയും ബഹുമാനിക്കണം, മക്കളെ ബഹുമാനിക്കുന്നതിനെ പറ്റി ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പരസ്പരം ബഹുമാനിക്കണം എന്ന് പറയുന്ന യുക്തിക്കകത്താണ് അത് വരുന്നത്. അപ്പോൾ തുല്യമായി കാണണം എന്ന് പറയുമ്പോൾ സാമൂഹ്യമായിട്ട് നമുക്കെല്ലാവർക്കും പേരിടുന്നുണ്ട്.
ആ പേര് പരസ്പരം വിളിച്ച് പഠിക്കണം. അമ്മയും അച്ഛനും എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, വിളിക്കുന്ന വിളികളിലല്ല. നമ്മൾ ഈ കണ്ടക്ടർ സാറേ എന്ന് വിളിക്കത്തില്ലേ, ആരും കണ്ടക്ടറെ ബഹുമാനിക്കാറൊന്നുമില്ല, സാറേ എന്ന് പറയുന്നു എന്നുള്ളതല്ല, ആ വാക്കുകളിലല്ല. അപ്പോൾ ബഹുമാനം എന്ന് പറയുന്നത് നമ്മളെങ്ങനെ അവരോട് പെരുമാറുന്നു എന്നനുസരിച്ചിട്ട്. ഇപ്പം ഞാനും നമ്മൾ രണ്ടുപേരും പ്രായം കൊണ്ടും പലതരത്തിലും വ്യത്യസ്തരാണ്. വ്യത്യസ്തരായിരിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ രണ്ടുപേരും തുല്യരാണ്. നിങ്ങളും ഞാനും ഒറ്റ ഓട്ടമുള്ള മനുഷ്യരാണ്. അപ്പോൾ അതുപോലെ മക്കൾ വളർന്ന് ഓട്ടമുള്ളവരായി മാറിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെയാണ്. ഇത് പക്ഷേ നമ്മുടെ നാട്ടിൽ പണ്ട് പറയുമായിരുന്നു, അടയ്ക്കയായിരുന്നെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമായ വെക്കാൻ പറ്റത്തില്ല എന്നും പറയുന്ന നാട് തന്നെയായിരുന്നു. പക്ഷേ അവരത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കുട്ടികളെന്നും മക്കളെന്നും മക്കളാണെന്ന് ആളുകൾ പറയും, അല്ല അവർ വളർന്ന് തീർന്നു എന്ന് തിരിച്ചറിയുന്നില്ല. അവർ 50 വയസ്സുകാരന് 30 വയസ്സുകാരനെ വളർത്തും, 30 വയസ്സുകാരൻ 18 വയസ്സുകാരനെ വളർത്തും. ഈ ലെവലിലാണ് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വീടുകളിൽ താമസിക്കുന്നവർ അടുത്ത മകൻ എന്നുള്ള നിലവാരത്തിൽ അവരെ വളർത്തിക്കൊണ്ടിരിക്കും. അവർ വേറെ ആൾക്കാരെ വളർത്തുന്നവരാണെന്നുള്ള കാര്യം മറന്നുപോകും. അങ്ങനെ പെരുമാറുന്ന ഒരു പഴയ സംസ്കാരത്തിനകത്തു നിന്നാണ് ആളുകൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തുല്യരായി മാറുക എന്ന് പറയുന്നത് 1950 മുമ്പില്ല. ഈ പണ്ട് ആൾക്കാർ പഠിപ്പിക്കുന്ന മുഴുവൻ മേളിൽ മേപ്പോട്ട് ബഹുമാനവും താഴോട്ട് പുച്ഛവും. ആ സ്ഥലത്ത് വന്ന് പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മകളെ എന്നെ പേര് വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് ഓഫീസുകളിലെല്ലാം സാറേ സാറേ എന്ന് വിളിക്കുന്ന അതേപോലൊരു വാക്കാണ് നമ്മൾ ഈ അച്ഛ അമ്മ എന്ന് പറയുന്നത് മുകളിൽ വയ്ക്കുന്ന യുക്തിക്കകത്താണ്. അച്ഛനും അമ്മയും അല്ലാതാകുന്നില്ലായിരിക്കും, പക്ഷേ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മകളൊരു കല്യാണം കഴിച്ചു, ഇപ്പോൾ മകളൊരു കല്യാണം കഴിച്ച് ഒരു പേരക്കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പേരക്കുട്ടി ഇതേപോലെ തന്നെ പേര് വിളിക്കാനാണ് പേരക്കുട്ടി ആയാലും ശരി, പേര് വിളിച്ച് പഠിക്കുക വേണ്ടത്. പുതിയൊരു സംസ്കാരത്തിനകത്താണ് നമ്മൾ ഈ പരസ്പര ബഹുമാനം എന്ന് പറയുന്നതാണ് വ്യത്യാസം. മറ്റേ ബഹുമാനം പ്രായം കൊണ്ട്, പദവി കൊണ്ട്, അധികാരം കൊണ്ട്, ബലം കൊണ്ട്, ധനം കൊണ്ട് ഒക്കെ അവരെ നമ്മൾ ബഹുമാനിക്കണം, മറ്റുള്ളവർ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നില്ല. ആളുകൾ ഇതെല്ലാം പറയും, പ്രായം കൊണ്ടെന്ന് പറയും, പക്ഷെ വീട്ടിൽ ജോലിക്ക് വരുന്നവരെ പ്രായം കൊണ്ട് ബഹുമാനിക്കത്തില്ല. തീർച്ചയായും അവിടെയാണ് നമ്മൾ ഈ പുതിയ സംസ്കാരം എന്ന് പറയുന്നത്. അവരെ എന്തായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, ഏത് തരത്തിലായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, ആണോ പെണ്ണോ ആകുന്നതുകൊണ്ടല്ല, വലിപ്പമുള്ളവരോ ഒന്നുമല്ല, അധികാരം ഒന്നുമല്ല. നമുക്ക് രണ്ടുപേർക്കും ഒരു ഓട്ടേ ഉള്ളൂ എന്ന് പറയുന്നതാണ്. നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന വ്യത്യാസമാണ്. ആ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഇനിയും പഠിക്കേണ്ടതാണ്. അത് ഇതുവരെ പഠിപ്പിക്കപ്പെടുകയും പഠിക്കുകയും ചെയ്യാതെ വീടുകളിനകത്ത് ഇപ്പോഴും നമ്മൾ മേല് കീഴുള്ള കാര്യമാണ്. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ അമ്മാവൻ സിൻഡ്രം എന്ന് നിങ്ങൾ വിളിക്കുന്നത്. ഈ മേലോട്ട് ബഹുമാനിക്കുകയും താഴോട്ട് പുച്ഛത്തോടെ പെരുമാറുന്നവരുടെ, അതുകൊണ്ടാണ് വഴിയിലിരുന്ന് കമൻ്റ് അടിക്കുന്നവരായി മാറുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്താണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രായം കൊണ്ടോ ബലം കൊണ്ടോ അധികാരം കൊണ്ടോ ധനം കൊണ്ടോ ആരും ആരുടെയും മുകളിലാകുന്നില്ലെന്നും പൗരൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും തുല്യരാണെന്നും പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സംസ്കാരം നമ്മൾ വീടുകളിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഓക്കെ. പിന്നെ മൊത്തത്തിൽ എല്ലാവരും ഇപ്പം നമ്മളൊക്കെ, ഞാനൊക്കെ ഒരു പെണ്ണ നിലയ്ക്ക് ഞാൻ പറയാണ്, ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടു അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ് ചെയ്തൊരു വീഡിയോ ഇട്ടു, മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമാണ്, എക്സ്പോസ് ചെയ്തൊരു വീഡിയോ ഇടുന്നു. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എന്നോട് പലരും വന്നിപ്പോൾ, ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ ലൈവൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്, അപ്പോൾ എന്നോട് വന്ന് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങളെ വീട്ടുകാരെങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്താണ് എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നതെന്ന്. അപ്പോൾ സാർ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ദേശാടന പക്ഷി പോലെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു സാറിന് എന്തെങ്കിലും പേഴ്സണലി വന്ന് ആരെങ്കിലും എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുവോ ചോദിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു എക്സ്പോസ് ചെയ്യുന്നു ആരും എന്നോട് ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഒളിച്ചിരുന്ന് എഴുതുന്നവർ മാത്രമേ ഉള്ളൂ. അതൊരു വല്ല ഫേക്കാണ് ഒട്ടുമിക്കതും. അതുകൊണ്ടാണ് അങ്ങനെ ഒളിച്ചിരിക്കുന്നത്. നമ്മൾ പണ്ട് പറയത്തില്ല പകൽ മാന്യന്മാർ എന്ന് പറയുന്ന പോലെ ഇതേ ആളുകൾ തന്നെയായിരിക്കും എന്നെ പുറത്ത് വരുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കുന്നവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ എഴുതുകയും പറയുകയും ചെയ്യുന്നത്. അത് മനുഷ്യർക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ ചെയ്യാറ്. ഒളിച്ചിരിക്കട്ടെ, അവർ ഇരിക്കുന്ന സമയത്ത് അവർ ഒളിച്ചിരിക്കട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലെ ഈ എക്സ്പോസ് ചെയ്തിട്ട് പുറത്തിറങ്ങി നിനക്കൊക്കെ വീട്ടിലെങ്ങനെയാ സാറ് തല കൊടുത്ത് തന്നെയല്ലോ നടക്കുന്നത്? അല്ലാതെ ഈ എക്സ്പോസ് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പറയുന്നത് ഒരു 70 വർഷം മുമ്പ്, അതിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ ഈ പറയുന്ന പോലെ ആയിരുന്നു എല്ലാവരും നടന്നിരുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അവിടെ എക്സ്പോസ് ഒന്നും ഇല്ലായിരുന്നു. ഇല്ല. അവിടെ വസ്ത്രം ധരിക്കുന്നതായിരുന്നു നടന്നിരുന്നത്. അതെ അതെ. അത് കാരണം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ പറയുന്ന ഭാവവും മറ്റുമൊക്കെ കണ്ടാൽ നമ്മളെല്ലാവരും വസ്ത്രം ധരിച്ച് നടന്നിരുന്നവരാണെന്ന് തോന്നുന്നില്ലേ? വസ്ത്രം ധരിക്കുന്നതിനെ പറ്റിയുള്ള ഞാൻ ആദ്യമായിട്ട്
വസ്ത്രം ധരിക്കുന്നതെന്ന് പറഞ്ഞ് കഥ എഴുതുന്നവർ 1920-ലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 100 വർഷമായിട്ടുള്ളൂ നമ്മളിങ്ങനെ വസ്ത്രം ഇത്രയും കിട്ടുന്നവർ. എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഈ അടിവസ്ത്രം കോണകം എന്നാണ് പറയുന്നത്, അത് വളരെ നീണ്ടതിടും. എന്തിനാണെന്നറിയോ? തോർത്തെടുത്തിട്ട് ഈ കോണകം പട്ടു കോണകമാണെന്ന് നാട്ടുകാർ കാണുന്ന, അപ്പോൾ അത് ഈ തോർത്തിൻ്റെ താഴെ വരെ നീട്ടിയിടുമായിരുന്നു. എന്നാലല്ലേ കാണാനൊക്കത്തുള്ളൂ ഇങ്ങനെ. അപ്പം നമ്മളിപ്പോൾ ഈ ആൾക്കാർ, നമ്മുടെ എന്താണ് യൗവനമുള്ള ആൾക്കാർ അവരുടെ ബ്രാൻഡഡ് ജെട്ടിയൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞ്, ഇത് ഈ ഇവിടുത്തെ ആഠ്യന്മാരായ നമ്പൂരിമാരെല്ലാം ചെയ്തിരുന്നതാണ്. ഈ പട്ടുകോണം കാണുന്ന നിലവാരത്തിലായിരുന്നു അവർ. ആ ഒരു കാലഘട്ടം ഇപ്പം തിരിച്ചു വന്നിരുന്നെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും. വളരെ അപമാനകരമായ കാണിക്കലല്ലേ അത്. നമ്മളെന്തിനാണ് ഈ പട്ടുകോണം കാണേണ്ട ആവശ്യം? നല്ല പട്ടു വസ്ത്രം ഇട്ട് നടക്കുന്നവരല്ലേ. അതെ, ദരിദ്രവാസികളുടെ കാട്ടലുകളാണ്. അതുകൊണ്ട് നിങ്ങൾ എക്സ്പോസ് ചെയ്ത് നടക്കുന്നതല്ല. നിങ്ങൾ ജനിക്കുമ്പം വസ്ത്രം ഇട്ടല്ലല്ലോ ജനിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് കാണാനും ആസ്വദിക്കാനും ആകർഷിക്കാനുമാണ് വസ്ത്രം ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിനകത്തിരിക്കുന്ന വേഷം അല്ലല്ലോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇടുന്നത്. അപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ പോരെ. ആഭരണമായിട്ടാണ് വസ്ത്രങ്ങളല്ല, മറ്റുള്ളവരെ കാണാനാണ്. പിന്നെ ഒരു അച്ഛനും അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞ് ജനിച്ചു, നീ നിന്റെ തന്തയുടെയും തള്ളയുടെയും മുന്നിൽ പോയ നീ എങ്ങനെയാണ് ഇങ്ങനെ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് നടക്കുന്നേ? നിനക്ക് എന്താ ഇട്ടുകൊണ്ട് നടന്നാൽ പറയുന്നത്? നിങ്ങളെ ഒരു വസ്തു പോലെ കാണുന്നത് കൊണ്ടാണ്. സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു അസ്തിത്വം ഉണ്ടെന്ന് അംഗീകരിക്കാത്ത ഒരു പഴയ സംസ്കാരം കൊണ്ടാണ് അത് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളൊരു വസ്തുവാണ്, എല്ലാവരും നിങ്ങളെ നോക്കിക്കോട്ടെ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം അസ്തിത്വം ഉണ്ടെന്ന് കാണുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് കാണാനും ആഗ്രഹിക്കാനും പറ്റുന്ന നിലവാരത്തിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ തലമുടി ചെയ്യുന്നതും പൊട്ട് തൊടുന്നതും എല്ലാം ഇത് തന്നെയാണ്. വേറെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ രാത്രി ആകുമ്പോൾ ഇതെല്ലാം ഊരിയിട്ടിട്ട് അന്നലെ കിടന്നുറങ്ങുന്നത്? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, നല്ലോണം അടുക്കി മടക്കി ഈ വസ്ത്രം അകത്ത് വയ്ക്കുന്നുണ്ടല്ലോ. അതല്ല, എൻ്റെ സ്വന്തം സന്തോഷത്തിന് മാത്രമാണ് ഞാൻ ഈ വസ്ത്രം എല്ലാം ധരിക്കുന്നതെന്നൊക്കെ നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോഴും പിന്നെന്തിനാണത് സൂക്ഷിച്ച് മടക്കി വയ്ക്കുന്നത്? ഇട്ട് നടന്നാൽ പോരെ. അപ്പം 90% ആൾക്കാരും രാത്രിയിൽ കിടക്കുന്ന വസ്ത്രത്തിൽ പുറത്തോട്ട് വരാറില്ല. അവരത് മാറി വേറെ വസ്ത്രം ഇട്ട്, അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ തന്നെയാണ് നമ്മൾ വസ്ത്രം ഇടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ പറയുന്ന കാര്യം, അതിൻ്റെ നമുക്ക് സൗകര്യവും നമുക്ക് ഇഷ്ടവും നമുക്ക് സന്തോഷവും തോന്നുന്ന വസ്ത്രം ഇട്ട് അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നിലവാരത്തിലാണെങ്കിൽ അത് തന്നെയാണ് വസ്ത്രം. ഈ നമ്മുടെ സ്ത്രീകളെ അമ്മായി, ആൻറ്റി, മുതുക്കി, കിളവി എന്നൊക്കെ വിളിക്കുന്നതിൽ എന്താണ് സാറിൻ്റെ അഭിപ്രായം? പുരുഷന്മാർക്കൊരു ചലഞ്ചാണ് സ്ത്രീകൾ സ്വതന്ത്രരായിട്ടിരിക്കുന്ന കാണുമ്പോൾ. അവരതുവരെ അവരുടെ വസ്തുക്കളായിട്ട് കണ്ടിരുന്നവരാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജനാധിപത്യപരമായിട്ടുള്ളൊരു സമൂഹം രൂപപ്പെടുന്ന സമയത്ത് വ്യക്തിത്വമുള്ള സ്ത്രീകളുണ്ടാവും. അപ്പോൾ അത് പുരുഷന്മാർക്ക് ചലഞ്ചായിട്ട് അനുഭവിക്കുന്നുണ്ട്. അവരെ രണ്ടാം തരമാക്കാൻ വേണ്ടിയുള്ള കമൻറ്റുകളാണതെല്ലാം. നിങ്ങൾ വിഷമിക്കുന്നത്, നിങ്ങൾ ഒരുങ്ങി വരുന്ന സമയത്ത് നിങ്ങളെ മുതുക്കിയെന്ന് വിളിച്ചാൽ നിങ്ങൾ വിഷമിക്കുകയും, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുന്നതിൽ അവർ വിജയിച്ചതായിട്ട് അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ആ കമൻറ്റുകളെല്ലാം അടിക്കുന്നത്. അത് റോഡിൻ്റെ സൈഡിലിരിക്കുന്ന കലുങ്കയിലിരിക്കുന്ന മുഴുവൻ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പലതരത്തിൽ മര്യാദയ്ക്ക് പെരുമാറുമ്പോൾ അതെല്ലാം വീണ്ടും വീണ്ടും മോശമായ രീതിയിൽ പറയുകയൊക്കെ ചെയ്യുന്നത് സ്ത്രീകൾ സമത്വപരമായി പെരുമാറുന്ന പുരുഷന്മാർക്ക് താങ്ങാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളാണ് സകലം ചെയ്യുന്നതെന്ന് വരുത്തണം, അഭിനയിക്കുമെങ്കിലും വേണം. പക്ഷെ അങ്ങനെ അല്ലാതെ ഇപ്പം നിങ്ങൾ മറ്റുള്ള മനുഷ്യരെ പോലെ എല്ലാ സ്ഥലങ്ങളിലും തുല്യമായി ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പരസ്പര ബഹുമാനമുള്ള മനുഷ്യരായി മാറണമെന്ന് പറയുമ്പോഴാണ് ഈ പ്രിവിലേജ് അനുഭവിച്ചിരുന്ന പുരുഷന്മാരല്ലാതായി. ആ സാധനം കൊണ്ടാണ് അത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ ഒന്നിനു പുറകെ അവരത് പറയും. അല്ലാതെ ഏതെങ്കിലും ഒരു വാക്ക് കൊണ്ടല്ല, ഏത് വാക്ക് പറഞ്ഞാലും നിങ്ങളെ ഹർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം അവർ നോക്കുന്നത്. അല്ല നമ്മൾ അതിനനുസരിച്ചിട്ട് മാറി മര്യാദയ്ക്ക് പെരുമാറാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അത് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മര്യാദയ്ക്ക് പെരുമാറി നന്നായി നടന്നാൽ മാനിനെ കടുവ പിടിക്കാതിരിക്കുമോ? ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന പുരുഷന്മാരുടെ ഈ പെരുമാറ്റം ആളുകളിങ്ങനെ അടക്കവും ഒതുക്കവുമായിട്ട് നടന്നാൽ മതി എന്ന് വിചാരിക്കും. അടക്കവും ഒതുക്കമായാലും കുറുക്കനെ കോഴിയെ കുറുക്കൻ പിടിക്കും. അത്രയും നമ്മൾ അറിയണം. അല്ല, ഈ എന്താ പറയുക, ബിരിയാണി പോലുള്ള മൂവി, അതിലാണ് കൂടുതൽ ഷൂട്ട് സിനിമയൊക്കെ ചെയ്തേക്കുന്നത്. അപ്പം ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഒരിക്കലും ഒരു വിഷമം പോലും തോന്നിട്ടില്ല? ഇല്ല. ഒരു ബുദ്ധിമുട്ട് തോന്നിട്ടില്ല? അല്ലെങ്കിൽ പുറത്തിറങ്ങി പോകുമ്പോൾ ക്യാരക്ടർ അവർ അഭിനയിക്കുന്നില്ല, അവർ അഭിനയിക്കുന്ന ക്യാരക്ടർ അവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നതിന്
എന്നാൽ അല്ലാലും പുറത്തിറങ്ങി നടക്കുമ്പോൾ ആരെങ്കിലും വന്നിപ്പോൾ സാറിനോട് ചോദിക്കുകയാണ് എന്താണ് മോളെ അങ്ങനെയൊക്കെ നിങ്ങൾ അഭിനയിപ്പിക്കുന്നത്? നമ്മൾ മലയാളീസാണ്, നമ്മൾ മലയാളീസ് കൂടുതൽ മലയാളികൾ എന്ന് പറയുന്നവർ കേരളത്തിൽ കൂടുതൽ മലയാളീസ് ആണല്ലോ. അത് കേരളത്തിൽ അത് മലയാളികൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ കേരളം എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവരെ സംബന്ധിച്ചോളം ഈ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 60-70 വർഷം മുമ്പ് ഈ റോഡിലെല്ലാം കുളത്തിലെല്ലാം നിന്ന് ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നത്. അന്ന് ഉണ്ടായിരുന്ന സാധനമൊന്നുമല്ല. പെട്ടെന്ന് അല്പന ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് പണ്ടുള്ളവരിങ്ങനെ പറയുന്നൊരു സ്ഥലമുണ്ട്. അതുപോലൊരു സാധനമാണ്. ഈ വസ്ത്രത്തിൽ നിന്ന് ഊരാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ നോക്കിയാൽ മതി, മുഴുവൻ സ്ത്രീകളും കടപ്പുറത്ത് പോകുമ്പോൾ സാരി ഇട്ടാണ് കുളിക്കുന്നത്. അതെ, സിനിമയ്ക്കകത്ത് ഒരു സോപ്പ് തേക്കുന്ന തുണി ഇട്ടിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? പിന്നെ എന്തിനാണ് സിനിമയ്ക്കകത്ത് അങ്ങനെ കാണിക്കുന്നത്? പ്രത്യേകം നോക്കിയാൽ മതി. വസ്ത്രത്തിൽ കുടുങ്ങിപ്പോയ ഒരു ജനതയാണ് നമ്മൾ. അല്പത്വമുള്ള മനുഷ്യരാണ്, പുങ്കത്വമുള്ള മനുഷ്യരാണ്. അതുകൊണ്ടാണ് അതങ്ങനെ. ഒരു ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള കാര്യമാണോ അവരവിടെ ചെയ്തതല്ലേ എന്നുള്ളതാണ് ചോദ്യം. അത്രയേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ജീവിതവും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന റീൽസും അല്ലെങ്കിൽ സിനിമയും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ എല്ലാം കൂട്ടിക്കൊള്ളുന്നത്. നമ്മൾ പണ്ടെന്നൊക്കെ പറയുമ്പോൾ സിനിമ കാണുമ്പോൾ സിനിമയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോഴത്തെ കാലങ്ങളിൽ ആ സിനിമ നമ്മൾ എങ്ങനെ അഭിനയിച്ചോ, ഇപ്പം ഞാൻ തന്നെ ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. ഇപ്പം സിനിമയിൽ നമ്മൾ എങ്ങനെ അഭിനയിച്ചോ ആ ഒരു ക്യാരക്ടറാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. അത് പറഞ്ഞാലേ, ലോകത്തിനെ പറ്റി അഭിനയിക്കുകയാണ്, ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് അവരാണെന്ന് തിരിച്ചറിയും. ഇപ്പോൾ മോഹൻലാലിനോട് 15 പേരെ ഇടിക്കാനായിട്ട് നമ്മൾ ഗുണ്ടയ്ക്ക് നേതാവെന്ന് പറഞ്ഞ് പോയി വിളിക്കാൻ പറ്റുമോ? ഇല്ല. സിനിമയ്ക്കകത്ത് അയാൾ 15 പേരെ ഇടിച്ചിട്ടില്ലേ? അത് കണ്ടിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ നാട്ടിൽ കുറച്ച് പേരെ ഇടിക്കണം, നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ അയാൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? അതുപോലെയാണ് ഈ സംസാരിക്കുന്നത്. അഭിനയിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ആ സിനിമയിലെ കഥാപാത്രമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അത് അവരല്ലെന്ന് അറിയേണ്ടതുണ്ട്. അതിനുള്ള ആ തരത്തിലുള്ള ഡിസ്റ്റിങ്ഷൻ, വ്യത്യസ്തതകൾ, ആ കാര്യങ്ങൾ തിരിച്ചറിയാത്തൊരു ജനതയാണ്. വളരെ അതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. ചുറ്റുപാടിനെ പറ്റിയും ലോകത്തിനെ മാറിപ്പോയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത്. അപ്പോൾ സിനിമയ്ക്കകത്ത് എണ്ണിട്ട് നിന്നിട്ട് ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഈ രാമായണം സീരിയൽ കാണിച്ച സമയത്ത് വിളക്കുമൊക്കെ കത്തിച്ചിരിക്കുന്ന ആൾക്കാർ ടെലിവിഷൻ, ആ ആളുകളായിരുന്നു. ദൈവത്തെ വിശ്വാസമുണ്ടോ? ദൈവത്തെ വിശ്വാസം എനിക്ക് വിശ്വാസമൊന്നുമല്ല. ലോകം എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് അറിയുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ പ്രചോദനം കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന എന്തിനാണ്? അതായത് ഇപ്പോൾ കുടുംബ ബന്ധത്തിനാണോ, അതോ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബന്ധത്തിനാണോ, അതോ ഇങ്ങനെ സാറിന് ഇങ്ങനെ ദേശാടന പക്ഷി നടക്കാൻ വേണ്ടി? ആളുകൾ പറയുന്ന പോലെ ഒന്നുമല്ല ഈ വിഷയമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കുടുംബ ബന്ധം ഒന്ന്, നാട്ടിലെ സുഹൃത്ത് ബന്ധം മറ്റൊന്ന്, അങ്ങനെയല്ല കാണുന്നത്. ഒരു സമൂഹത്തിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇതെല്ലാം. നമ്മളൊരു വീടിനകത്ത് ചെയ്യുന്ന, ഇപ്പം നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നമ്മളുടെ വീടെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സമൂഹമാണ്. എല്ലാ വീടിനകത്തും സമൂഹം ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് സമൂഹം? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരും പറയത്തില്ലേ സമൂഹത്തിൽ മറ്റുള്ളവർ, പുറത്തുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം വീടിനും പുറത്താണല്ലോ. ഈ അതാരാ? അല്ല, എന്നാലും നമുക്കിപ്പം ഒരു മോൾക്ക് കൊടുക്കേണ്ട ഒരു ചുമതല, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഒരു ചുമതല, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ കൊടുക്കേണ്ട ഒരു ചുമതല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ. സാറിങ്ങനെ ദേശാടന പക്ഷിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ ചോദിച്ചു പറഞ്ഞത്. എവിടെയാ സ്ഥലം ഞാൻ ചോദിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നല്ലോ. പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളുടെ വാക്കാ, എൻ്റെ അല്ല. ഇങ്ങനെ ഞാനിങ്ങനെ പോയി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാനൊരു സ്ഥലത്ത് താമസിക്കുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ പറക്കണം. മോളെ കാണാൻ തോന്നുമ്പോൾ മോളെ കാണാൻ പോകത്തില്ലേ? മോളെ കാണാൻ തോന്നുന്നു പറഞ്ഞാൽ അവൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് അവൾക്ക് സമയമുണ്ടെന്ന് നോക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുക, നീ കാണും. ഫാമിലി ആയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ പുറത്തൊക്കെ പോവുക, അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് പുറത്ത് പോകുന്ന കുട്ടികളല്ല നമ്മൾ. മക്കളാണ്. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞത് മറന്നുപോയോണ്ടാണ് പറയുന്നത്. 20 വയസ്സ് കഴിഞ്ഞിട്ടും വളർത്തിക്കൊണ്ടിരിക്കുന്നവരുടെ വീടിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അല്ല. വളർന്നു കഴിഞ്ഞ ആൾക്കാരാണെന്ന് തുല്യരായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അവളുടെ സ്വന്തം ജീവിതം ഉണ്ടെന്ന്, എനിക്ക് എൻ്റെ സ്വന്തം ജീവിതം ഉണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടാണ്. അല്ല, എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളോ അല്ല ഉള്ളത്. അത് എനിക്ക് ഇണകളായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ഫാമിലി ആയിട്ട് വരുന്നത്. നമ്മൾ ആരോടൊപ്പമാണോ അവരാണ് ഇപ്പോൾ ഫാമിലി ആയിട്ട് മാറുന്നത്. മറ്റേത് അങ്ങനെയല്ല. വളർന്നു കഴിഞ്ഞ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും എന്ന് കാത്തിരിക്കുന്ന വീടുകളാണ് ഈ കാണുന്ന വീടുകൾ മുഴുവൻ. അവരാരും തിരിച്ചു വരത്തില്ല. കാരണം അവർക്ക് വേറെ പണികളും വേറെ അവരുടെ മക്കളെ വളർത്തേണ്ട പണികളുണ്ട്. അങ്ങനെ ഇരിക്കുന്നത് കാരണം ലോകം മാറിപ്പോയെന്ന് അറിഞ്ഞുകൂടാത്ത അമ്മയും അച്ഛന്മാരുടെ ലോകത്തു നിന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനോട് ചോദിക്കാറുണ്ട്, ഞാനെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കായത്, ഫാമിലി ഇല്ലേ? അപ്പം അയാളാരാ? നിങ്ങൾ പോകുമ്പോൾ ഫാമിലിയെ കൊണ്ടുവരുന്നെന്ന് ചോദിക്കാറുണ്ടോ? എൻ്റെ കൂടെ എൻ്റെ കെട്ടിയാണ് ഇപ്പോഴും കാണും. അല്ല, നിങ്ങൾ നടക്കുമ്പോൾ ഫാമിലിയെ കൊണ്ടുവന്നോ എന്ന് ചോദിക്കാറുണ്ടോ?
ഇല്ല. അതാണ് അതിൻ്റെ സ്ഥലം. നിങ്ങൾ ഇപ്പോഴും ഫാമിലിയുള്ള ആളല്ല, വല്ലുവിൻ്റെ ഫാമിലിയിലുള്ള ആളാണ്. അതുകൊണ്ടാണ് അതങ്ങനെ. നിങ്ങൾക്ക് ഫാമിലി ഇല്ല, കാരണം നിങ്ങൾ വേറൊരുത്തൻ്റെ ഫാമിലിയിലെ എക്സ്റ്റൻഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാത്ത എന്താ ഫാമിലി ഇല്ലാതെ നടക്കുന്നത് എന്താന്ന് ചോദിക്കാത്തത്. അപ്പൊ അത് പറയണം. അപ്പൊ നിങ്ങളോട് ചോദിക്കാറില്ല നാട്ടുകാര്. നിങ്ങൾക്ക് നിങ്ങളത് പറയുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഹസ്ബൻഡ് ഉണ്ടെന്നാ ചോദിക്കാം. അതെ, പക്ഷെ അങ്ങനല്ല. മറ്റൊരാൾ ചോദിക്കുന്നത് ഫാമിലി അല്ല, ഫാമിലിയെ ഞാൻ കൊണ്ടുവന്നില്ലെന്നാണ് ഒരു പുരുഷൻ. അത് നിങ്ങൾക്ക് സ്വന്തമായ അസ്തിത്വം ഉണ്ടെന്ന് ഇതുവരെ സാമൂഹികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് അത് പറയാതെ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഫാമിലിയായിട്ട് നടക്കുന്നതെന്ന് ചോദിക്കാത്തതെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നതാ. നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളത് പുരുഷന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അവർ പറയും ഫാമിലി ഇല്ല, ഫാമിലി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുടുംബം കൂടുകയാണ്. എന്താണ് എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പണിയായിട്ടല്ല, നിങ്ങളാണ് ഫാമിലി, അയാൾ അതിൻ്റെ നാഥനാണ്. ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. അതേപോലെ നാഥനല്ലേ സാർ? ഞാൻ അങ്ങനത്തെ നാഥനല്ല. കുടുംബത്തിലെ അതേപോലെ നാഥനാണ് സാർ. നാഥനല്ല, അത് അതാണ് നിങ്ങൾ കറക്റ്റ് ആളാണ്, നിങ്ങൾ ഭാര്യയാണ്. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. വല്ലവനും മേച്ചോണ്ട് നടക്കുന്ന ഭരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. എനിക്ക് ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എന്റേതായ ഇഷ്ടങ്ങൾ. ഞാൻ പറയുന്നത് ഞങ്ങളുടെ വീട്ടിനകത്ത് അങ്ങനെയല്ല, ഞങ്ങൾ തുല്യരായ മനുഷ്യരാ. അതുകൊണ്ടാണ് ആ ചോദ്യം. തുല്യരായ മനുഷ്യർ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? അതാണ് ഇപ്പൊ ഇരിക്കുന്നവരെ. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാര്യയാവും. ഇറങ്ങിയിരിക്കണം, അപ്പോഴേ ഭാര്യയാകത്തുള്ളൂ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിയായ ഭാര്യയാവുള്ളൂ. ഇങ്ങനെ മറ്റേ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് തുല്യല്ല. ഇപ്പൊ ഞാൻ ഭാര്യയാണോ? ഇപ്പൊ നിങ്ങൾ ഭാര്യയായി, വസ്തുവായി. ഞാൻ പറയുന്ന അനുസരണയുള്ള സാധനമായി. അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ കസേര ഇരിക്കും. അങ്ങനെ ആയിരിക്കണ്ടേ. ഇതാണ് വ്യത്യാസം. ഇങ്ങനെയാണ് ഇത് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഇരിക്കുമ്പോഴാണ് തുല്യരായ മനുഷ്യരാകുന്നത്. ഇവിടെ എന്നോട് ആദ്യം സാറ് പറഞ്ഞത് ഇവിടെ ഇറങ്ങിയിരുന്നാലേ ഭാര്യ ആവത്തുള്ളൂ. അങ്ങനെയാണ്. ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സാർ എന്നോട് പറഞ്ഞു. അതെ, എനിക്ക് ഭാര്യമാരെ ആവശ്യമില്ലെന്ന് മാത്രമല്ല, അത് സാമൂഹികമായ മര്യാദയില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. ഇണകളാണ് ആവശ്യം, തുല്യരായ മനുഷ്യരാകേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വോട്ട് എനിക്ക് ഒരു വോട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും ഏതോ ഒരു പുരുഷൻ കൊണ്ടു നടക്കുന്ന ജീവിയെ പോലെ, എന്ന് പറഞ്ഞാൽ പശുവിനെ ആടിനെ പോലെ പെരുമാറുന്നവരായിട്ട് ഭാര്യമാർ കഴിയുന്നത് കൊണ്ടാണ് പുരുഷനോട് ചോദിക്കുന്നത് ഫാമിലി എവിടെ. കാരണം അയാൾ കൊണ്ടുവരുന്നത് പശുവൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇതുകൊണ്ടാണ് ഒരു സ്ത്രീ വരുന്ന സമയത്ത് ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ കമൻ്റ് അടിക്കുന്ന പുരുഷന്മാരില്ലേ, ഒരു ചരക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. വസ്തുവാണ്. ശരിയാ. ഈ വാക്കുകൾ ഇതാണ് നമ്മുടെ ജീവിതത്തിനകത്ത്. അപ്പം ഈ ചരക്കിനോടൊപ്പം വരുന്ന വാക്കാണ് ഭാര്യ. അതത്ര മെച്ചപ്പെട്ടതല്ല. ഇണകളായിട്ടും പരസ്പരം ബഹുമാനമുള്ള മനുഷ്യരായിട്ടും നമ്മൾ മാറേണ്ടതുണ്ട്. അത് മാത്രമാണ് ഈ പറയുന്നത്. അല്ലാതെ ഞാൻ എന്തോ ഇങ്ങനെ മോശപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. ജനാധിപത്യത്തിനനുസരിച്ചിട്ടുള്ള കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്റെ ചിന്താഗതിയല്ല സാറിന്റെ ചിന്താഗതി, സാറിന്റെ ചിന്താഗതിയില്ല എന്റെ ചിന്താഗതി. ഇത് രണ്ടുമല്ല. ഈ പറയുന്ന രണ്ട് സാധനമൊന്നും അല്ലേ. നിങ്ങളുടെ ചിന്താഗതി എൻ്റെ ചിന്താഗതി ഒന്നുമല്ല ഭരണഘടന. നിങ്ങൾ കോടതിയിൽ പോയിട്ട് എൻ്റെ ചിന്താഗതി അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. അവിടെ ഭരണഘടനാപരമായിട്ട് പെരുമാറാൻ ബാധ്യത വരും. ടാക്സ് കൊടുക്കുന്നത് നിങ്ങളുടെ ചിന്താഗതിയാണ്, എനിക്ക് എൻ്റെ ചിന്താഗതി ടാക്സ് കൊടുക്കുന്നതല്ല എന്ന് പറയുമോ? അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജനാധിപത്യ സമൂഹത്തിനകത്ത് നമ്മൾ പൗരബോധമുള്ള ആളായിട്ട് മാറുമ്പോൾ. ഞാൻ പറയട്ടെ, ഇപ്പൊ സാറ് പറയുന്നു, ഞാനിപ്പോൾ സാറിനോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഇരുന്നു. അപ്പം ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് കുടുംബ ബന്ധത്തിൽ. അങ്ങനെ വേണ്ട. ഈ ഇരിക്കുന്ന ഇരിപ്പാണ് വേണ്ടത്. അപ്പൊ ഡി എന്ന് വിളിച്ചിട്ട് നീ പോടാ എന്ന് പറയണം. പോടാന്ന് പറയേണ്ട കാര്യമല്ല, മേലെ ഇങ്ങനെ വിളിക്കരുതെന്നാണ് പറയേണ്ടത്. നിങ്ങൾ തിരിച്ച് അതുപോലെ പെരുമാറാനാണെങ്കിൽ പിന്നെ എന്ത് വ്യത്യാസമുള്ളത്? എൻ്റെ അടുത്ത് അടിമയെ പോലെ പെരുമാറാൻ ഞാൻ അനുവദിക്കത്തില്ലെന്നാണ് പറയേണ്ടത്. എന്നെ ബഹുമാനിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടത്. നിങ്ങൾ ബഹുമാനമില്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ തുടരത്തില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പം നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പുരുഷൻ വന്ന് നിങ്ങളെ പെണ്ണ് കാണുക എന്നാണ് പറയുന്നത്. അപ്പം തൊട്ട് തുടങ്ങും ഈ പ്രശ്നം. കാരണം നിങ്ങളൊരിടത്ത് ഇരിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പറിച്ചു മാറ്റി വേറൊരു വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പിഴുത് നട്ട് കഴിഞ്ഞു, വേറെല്ലാം പോയി, സ്വന്തമായ അസ്തിത്വമില്ല. നേരത്തെ അച്ഛൻ്റെയും അമ്മയുടെയും തുടർച്ചയായിട്ടിരിക്കുന്ന ആൾ ഇപ്പം നിങ്ങൾ വളർന്ന് വലുതായി സ്വന്തമായി നിലനിൽപ്പുള്ള അധ്യാപികയായിട്ടുണ്ടാകാം, ഡോക്ടറായിട്ടുണ്ടാകാം, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളായിട്ടുണ്ടാകാം, ബാങ്കിലെ ഉദ്യോഗസ്ഥ, ഇതൊക്കെ ഇരിക്കുമ്പോഴും ഇതൊന്നും ഒരു സ്ഥാനവും നിങ്ങൾക്ക് വീട്ടിനകത്തില്ല. വീട്ടിൽ രണ്ടാമത്തെ ആളായി മാറും. ഈ സാധനമാണ് നമ്മൾ എതിർക്കേണ്ട സ്ഥലം. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത്, ഒരാൾ നിങ്ങളെ പൊടിയെന്നും എടിയെന്നും വിളിക്കുമ്പോൾ എടിയെന്നും പൊടിയെന്നും അല്ല പറയേണ്ടത്,
എന്നെ എനിക്ക് പേരിട്ടിട്ടുണ്ട്, അത് വിളിക്കാൻ പഠിക്കണം, ഇതാ പറയേണ്ടത്. ഇങ്ങനെയൊക്കെ നമ്മൾ എത്രത്തോളം പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോഴും പല കുടുംബത്തിലും തന്നെയാണ് നമ്മൾ രണ്ടുപേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഈ ഒരു സംഭവം തന്നെയാണ് പല കുടുംബത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് അറിയുന്ന ആളാണ്. അങ്ങനെ പെരുമാറണ്ട, അങ്ങനെ പെരുമാറിക്കൂടാ, ഇത് നമ്മുടെ ആവശ്യമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആളുകളെ നമ്മളെ കീഴടക്കി ഭരിക്കുകയും നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ എതിർക്കേണ്ട ആവശ്യം നമ്മുടേതാണ്. അത് നമ്മളാണ് തിരിച്ചറിയേണ്ടത്. കൂലി താനെ കൂടത്തില്ല, ചോദിച്ചു വാങ്ങേണ്ടി വരും. അപ്പോൾ അതുപോലെ അത് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ സമത്വപരമായിട്ടുള്ള പെരുമാറ്റവും മറ്റൊരു തന്നില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങേണ്ടത്. ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും തരത്തില്ല. കാരണം അവർക്കത് സൗകര്യമാണ്. ഇതുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, എതിർക്കുക എന്ന് പറയുന്നത് എതിർപ്പിന് വേണ്ടിയുള്ള എതിർപ്പല്ല, നമ്മുടെ അടുത്ത് പെരുമാറുന്നതിനകത്ത് മാറ്റം വരുത്തണം നമ്മൾ ആവശ്യപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പരസ്പര ബഹുമാനമുള്ള മനുഷ്യരായി മാറണമെന്ന് മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും. ഞാൻ ഈ ജീവിക്കുന്ന മുഴുവൻ സാധനം അതാണ്. നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ എടി പൊടി എന്ന് വിളിക്കത്തില്ല. ഇല്ല, ആ വിളിക്കാതെ പരമാവധി നിങ്ങളെന്നേ പറയുള്ളൂ. നിങ്ങൾക്ക് അതേപോലെ എന്നെ നിങ്ങളെന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പരസ്പര ബഹുമാനമുള്ള വാക്കുകൾ, അല്ല താങ്കൾ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അപ്പോൾ താഴോട്ടും പറയണ്ട, മേപ്പോട്ടും പറയണ്ട, തുല്യമായി പെരുമാറണം. എനിക്ക് റെസ്പെക്ട് സാറിനോട് തോന്നിയുണ്ടെങ്കിൽ സാറേ എന്നാണ് ഞാൻ വിളിച്ചിട്ടുള്ളൂ. സാറെന്ന് വിളിക്കുന്നത് ഞാൻ അല്ലല്ല, അത് നിങ്ങളെ പഠിപ്പിച്ചത്. സാറെന്ന് വിളിക്കുന്നത് ഇന്ത്യക്കാരുടേതുമല്ല. അത് സാഹിബ് എന്ന് വിളിച്ചിരുന്ന ആളിനെയാണ് സാഹിബ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് മേളിലിരുന്ന ആൾക്കാർ പഠിപ്പിച്ചതാണ് അവരെ സാറെന്ന് വിളിക്കാൻ. ബഹുമാനം മേപ്പോട്ടാണെന്ന് പഠിപ്പിക്കുന്ന വാക്ക് തന്നെയാണത്. ഞാൻ വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ട് എൻ്റെ പേര് മൈത്രേയൻ എന്നാണ്, അത് വിളിച്ചാൽ മതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം നിങ്ങളുടെ പേരും എൻ്റെ പേരും പരസ്പരം വിളിക്കാനായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേരറിഞ്ഞുകൂടാ. അപ്പോഴും നമുക്ക് പറയാനൊക്കുന്ന ഒരു വാക്കാണ് നിങ്ങളെന്ന്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് പെരുമാറുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ മൈത്രേയൻ എന്ന് വിളിച്ചോട്ടെ? വിളിച്ചോട്ടെ എന്നല്ല, വിളിക്കാവൂ. ഈ മൈത്രേയൻ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എന്താ? മൈത്രി ഉള്ളവൻ. അത്ര മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ അച്ഛൻ അമ്മ ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയൊക്കെ എന്താ അവരുടെ വിശേഷം പറയാം? അവരൊരു മരിച്ചുപോയി. എങ്ങനെയായിരുന്നു ആ പണ്ടത്തെ കാലഘട്ടമൊക്കെ? പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവർ ഭരിക്കുന്ന ആൾക്കാരായിരുന്നു അവർ രണ്ടുപേരും. അവർക്കതായിരുന്നു അറിയാവുന്നത്, അവരങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്. അത് കാരണം കൊണ്ട് അവരോട് നമുക്ക് ഇഷ്ടങ്ങളുണ്ടെങ്കിലും ഈ പറയുന്ന നിലവാരത്തിലുള്ള എതിർപ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ശാരീരികമായിട്ട് നമ്മൾ പറഞ്ഞാൽ അനുസരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അടിക്കും. അങ്ങനെ ആയിരുന്നു വളർത്തുന്നത്. അവർക്കതറിയില്ല. പക്ഷെ അതേ സമയത്ത് അവർക്കൊരു നിയമം ഉണ്ടായിരുന്നു. 17 വർഷം വയസ്സായ തന്നെ പോലെയെന്ന്. അവിടെ അവർ അങ്ങനെ തന്നെ പെരുമാറിയിട്ടുണ്ട്. അതിൻ്റെ ബഹുമാനം എനിക്ക് അവരോടുണ്ട്. 17 വയസ്സ് വരെ അടിമയെപ്പോലെ എന്നായിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ചൊല്ല്. കുട്ടിയെ വളർത്തേണ്ടത് 5 വയസ്സ് വരെ രാജാവിനെ പോലെയും 17 വയസ്സ് വരെ അടിമയെപ്പോലെയും അതിനുശേഷം തന്നെ പോലെയും അതവർ ചെയ്തിട്ടുണ്ട്.